നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മനുഷ്യൻ്റെ ആദ്യ തൊഴിലാണ് കൃഷിയെന്ന് നാം പലപ്പോഴും ആലങ്കാരികമായി പറയും. എന്നാൽ കൃഷി എല്ലാവർക്കും വഴങ്ങുന്ന ഒന്നല്ല. മണ്ണുണ്ടെങ്കിലും മനസ്സ് വേണം അതിൽ ആദ്യം ഇറങ്ങുവാൻ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും കാർഷിക ജീവിതം ഒരു തുടർക്കഥയാക്കി മാറ്റിയ സുരേഷ് ബാബുവിൻ്റെ ജീവിതകഥയാണ് ഇന്ന് ഹരിതസുന്ദരം പറയുന്നത്. മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും കൃഷിയെ അകറ്റി നിർത്താൻ കഴിയില്ല എന്ന് ഈ കഥകൾ തെളിയിക്കുന്നു. കൊല്ലം ചിറക്കരയിൽ സുരേഷ് ബാബുവിൻ്റെ ലവ്ലി ഫാമിലെ അതിമനോഹരവും അതിസാഹസികവുമായ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ പകർത്തുന്നത്. കാണാം ഹരിതം സുന്ദരം. കൊല്ലം ജില്ലയിലെ ചിറക്കര ഗ്രാമപഞ്ചായത്ത് ഹരിതസമൃദ്ധിയുടെ നേർചിത്രങ്ങളുമായി കൈരളിക്ക് അനേകായിരം സംഭാവനകൾ നൽകിയ ഗ്രാമം. കാർഷിക വിജയഗാഥകളുടെ ഇടയിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് സുരേഷ് ബാബുവിൻ്റെ കഥയാണ്. കേരള സർക്കാരിൻ്റെ ഔഷധ നിയന്ത്രണ വകുപ്പിൽ നിന്നും കൃത്യം 56 വയസ്സെത്തിയപ്പോൾ നിയോഗം പോലെ തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥൻ. മറ്റു പലരെയും പോലെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ കൂട്ടാക്കിയില്ല എന്നതാണ് സുരേഷ് ബാബുവിൻ്റെ വിജയം. പരമ്പരാഗതമായി അറിയാവുന്ന തൊഴിലായിരുന്നു കാലിവളർത്തൽ. കാലിവളർത്തലിൽ ഒരു കൈ നോക്കാം എന്ന് തീരുമാനിച്ചുറച്ചത് വളരെ പെട്ടെന്നായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 4 വർഷം മുമ്പ് ചിറക്കര പഞ്ചായത്തിൻ്റെ നടുവിൽ ഒരേക്കർ വരുന്ന സ്വന്തമായ കൃഷിഭൂമിക്ക് ഒത്ത നടുവിൽ ഒന്നാം തരം ഒരു കാലിത്തൊഴുത്ത് തീർക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. കാലിത്തൊഴുത്തെന്നാൽ ഒരു 2 ഡസനോളം പൂവാലികൾക്കെങ്കിലും നിൽക്കാൻ കഴിയുന്ന സുഖസൗകര്യം വേണമെന്ന നിർബന്ധമുണ്ടായിരുന്നു സുരേഷ് ബാബുവിന്. അതുകൊണ്ട് തന്നെ വ്യക്തമായും ചിട്ടയായും ആസൂത്രണ ബോധത്തോടുകൂടി തന്നെ അത് നിർവഹിക്കുവാൻ തുനിഞ്ഞു. വന്നതോ ഒരു കൂറ്റൻ കൂടാരം. പൈക്കൾക്ക് സുഖമായി ആടിയുലഞ്ഞ് നിൽക്കുവാൻ ഉറച്ച കരിങ്കൽ തറകൾ. അവയ്ക്ക് മുകളിൽ റബ്ബർ മാറ്റിട്ട് കുളമ്പിൻ്റെ സംരക്ഷണം പരമാവധി ഉറപ്പാക്കി. വെയിലിൻ്റെ വീറിനെ തടയാൻ ഒന്നാം തരം മേൽക്കൂരകൾ സജ്ജമാക്കി. പ്ലാവും കൽപ്പവൃക്ഷങ്ങളും കുടപിടിക്കുന്ന ഭൂമികയിൽ തന്നെയായിരുന്നു തൊഴുത്തിൻ്റെ നിർമ്മാണം. ആസ്ബസ്റ്റോസും ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുമായിരുന്നു മേൽക്കൂരകൾ. നല്ല ഒരു ഫാമാവുമ്പോൾ ഒന്നാം തരം പൈക്കൽ വേണമല്ലോ. നല്ല പൈക്കൽക്കായി ഒരു യാത്ര തന്നെ സുരേഷ് ബാബു ആരംഭിച്ചു. കേരളത്തിൻ്റെ അതിർത്തിയിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെയായി കുറേ അലഞ്ഞു. ഒടുവിൽ ഒന്നാം തരം പൈക്കളുടെ ഒരു നല്ല കൂട്ടത്തെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. അതിൽ ജേഴ്സിയുണ്ട്, ഹോൾസ്റ്റെയിനുണ്ട്, കേരള കാലാവസ്ഥയ്ക്കിണങ്ങിയ സുനന്ദിനി പൈക്കളുമുണ്ട്. ഫാമാവുമ്പോൾ ഒരു മിശ്രിതം തന്നെ വേണം. പൈക്കളേറെ ഉണ്ടെങ്കിലും ഹോൾസ്റ്റെയിനാണ് മുന്നിൽ. അയർലൻഡിൻ്റെ ശീത കാലാവസ്ഥയ്ക്ക് യോജിച്ച പശുക്കളാണ് ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ. കറുപ്പും വെള്ളയുടെയും 7 അഴക് ഹോൾസ്റ്റെയിന് സ്വന്തം. വർഷത്തിൽ 305ഓളം കറവ ദിനങ്ങൾ. പാലിൽ കൊഴുപ്പൽപ്പം കുറയുമെങ്കിലും ദീർഘകറവ ഹോൾസ്റ്റെയിന് ചേർന്നതാണ്. തൊട്ടു പിന്നാലെ വന്നു ജേഴ്സി. ഇംഗ്ലീഷ് ചാനലാണ് ജേഴ്സിയുടെ സ്വദേശം. പാത്രം പോലെ കുഴിഞ്ഞ നെറ്റിത്തടവും കരിങ്കുവള മിഴികളുമുള്ള ജേഴ്സി പൈക്കൾ ഫാമിന് ഒരഴകാണ്. ജേഴ്സിയില്ലാത്ത ഫാം പണമില്ലാത്ത പേഴ്സ് പോലെയാണ് എന്ന് സുരേഷ് ബാബു പറയും. കാരണം കൊഴുപ്പ് തന്നെ. പാൽ കൊഴുപ്പിൽ ഏറെ മുന്നിലാണ് ജേഴ്സി. എന്നാൽ പാൽ ദിനങ്ങൾ അല്പം കുറയും. വിലയേറിയ പാൽ കിട്ടുമെന്നർത്ഥം. ജേഴ്സിക്കും ഹോൾസ്റ്റെയിനും നടുവിലാണ് കേരള കാലാവസ്ഥയ്ക്കിണങ്ങിയ സുനന്ദിനി പൈക്കൾ വന്നത്. മാട്ടുപ്പെട്ടിയിലെ ഇൻഡോസിസ് പ്രോജക്റ്റിലാണ് സുനന്ദിനിയുടെ ജനനം. ഹോൾസ്റ്റെയിനും ജേഴ്സിയും ബ്രൗൺസിസും ഉൾപ്പെടെയുള്ള ഒരു സങ്കര ജനിതകമാണ് സുനന്ദിനിയുടേത്. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും അതിശീതവും അത്യുഷ്ണവും അതിജീവിക്കുന്ന കരുത്തുമാണ് സുനന്ദിനിയുടെ പ്രത്യേകത. ലവ്ലി ഫാമിൻ്റെ ദൃശ്യമനോഹാരിതയിൽ നിന്ന് കാലിവളർത്തലിൻ്റെ ചില അനുഭവ പാഠങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ് നമ്മോടൊപ്പം ശ്രീ സുരേഷ് ബാബു. നമസ്കാരം സുരേഷ് ബാബു. നമസ്കാരം. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ വിരമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും തിരഞ്ഞെടുക്കുന്ന ഒരു
ഫീൽഡ് ആയിരിക്കത്തില്ല കാലി വളർത്തൽ. കാരണം പിന്നെയും കുറച്ച് ക്ലേശങ്ങൾ കൂടി സഹിക്കേണ്ടി വരുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ സാഹസികമായിട്ടാണ് സുരേഷ് ബാബു ഈ രംഗത്ത് വരുന്നത്. എന്തായിരുന്നു കാരണം? നമുക്ക് നേരത്തെ വർഷങ്ങളായിട്ട് വീട്ടിൽ അനിയന്മാർ നടത്തുന്ന ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റായിട്ട് ഈ ഫീൽഡ് വളരെ ഇൻട്രസ്റ്റായിട്ട് തോന്നി. അങ്ങനെ ഈ നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫ് ഈ രീതിയിൽ ആസ്വദിക്കാമെന്ന് തന്നെ വിചാരിച്ച് തന്നെ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ടോ? ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഈ 4 വർഷത്തിനിടയിൽ പൊതുവെ ആളുകൾ ക്ലേശകരമെന്ന് കരുതുന്ന കാലി വളർത്തലിൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഏതെങ്കിലും എമർജൻസി ആയിട്ട് ഒരു അസുഖം വന്ന് രാത്രിയൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ പശുവിനെ അങ്ങനെ 1-2 തവണ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ രാത്രിയുള്ള സേവനം, ഡോക്ടർമാരുടെ സേവനത്തിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കുക. ഇപ്പോൾ സുരേഷ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം 1 ഏക്കർ നല്ല ഭൂമിയുണ്ട്. അവിടെ കാലി വളർത്തലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുബന്ധ മേഖലയായ പുൽകൃഷിയുണ്ട്. അതോടൊപ്പം ഒരു സമഗ്ര പുരയുടെ കൃഷിയിൽ അല്പം കോഴി വളർത്തലുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരു റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം മറ്റ് വരുമാനം ഇല്ലാതെ തന്നെ കുടുംബം പുലർത്താൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണോ? ശരിക്കും നല്ല രീതിയിൽ നല്ല ഈ സന്തോഷത്തോടൊപ്പം വരുമാനവും ഉള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും റിട്ടയർ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ബ്രിമിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ഇതിലേക്ക് എടുത്തിയാടാൻ കഴിയുമോ? ശരിയായിട്ട് പഠിക്കണമെന്നുള്ളതാണ് പറയുന്നത്. കാരണം 100% ഇതിൽ ശ്രദ്ധയുണ്ടെങ്കിൽ കാര്യം നടക്കുകയുള്ളൂ. കാലി വളർത്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും സാധാരണ കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഓരോ അനിമലിൻ്റെയും ഒരു ശ്വാസം വരെ നമുക്ക് അത് മനഃപ്പാഠമായിരിക്കണം. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എല്ലാ സമയത്തും അവരോടൊപ്പം ഈ പരിചരണം ഉണ്ടായിരിക്കണം. മിതമായ പാൽ മിതമായ കൊഴുപ്പോടെ ലഭ്യമാകും. 1-ാം തരം പൈക്കൾ വന്നതോടെ അനുബന്ധ മേഖലയും വികസിപ്പിക്കുവാൻ സുരേഷ് ബാബു ശ്രമിച്ചു. 1 ഏക്കർ വരും പുൽത്തോട്ടം. പുൽനാമ്പുകൾ പാൽത്തുള്ളികളാണ് എന്ന് സുരേഷ് ബാബുവിനറിയാം. അതുകൊണ്ട് തന്നെ കോങ്കോ സിഗ്നൽ പുല്ലിനായിരുന്നു പ്രാധാന്യം. 1 ഏക്കർ വരുന്ന വിശാലമായ പറമ്പ് നർത്തകിയുടെ ചേല പോലെ ചുറ്റി താഴോട്ട് കിടക്കുന്നു. അവിടെ ആകെ പുൽക്കൊടികൾ തന്നെ വെച്ചുപിടിപ്പിച്ചു. CO3 പുൽ 45-ാം പക്കം കൊയ്യാം. ഓരോ 45-ാം പക്കവും കൊയ്ത്തുണ്ട്. ഫാമിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന കാലികളുടെ മൂത്രവും മലിനജലവും ചേർന്ന സ്ലറി തന്നെയാണ് പുൽനാമ്പുകൾക്ക് വളമായി തീരുന്നത്. പുൽത്തോട്ടത്തിന്റെ ചൈതന്യം വർദ്ധിച്ചപ്പോൾ അത് ഫാമിന്റെ ചൈതന്യവും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. 1-ാം തരം തീറ്റപ്പുല്ല് ലഭ്യമായതോടെ വർഷം മുഴുവൻ പാലൊഴുക്ക് നൽകുന്ന രീതിയിലേക്ക് പൂവാലികൾ ഉയർന്നു കഴിഞ്ഞു. തൊഴുത്തിൽ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എല്ലാം ഒരുങ്ങി. വായു അനായാസേന കയറി ഇറങ്ങി പോകത്തക്ക വിധം വാസ്തുശാസ്ത്ര നിബദ്ധമായി തന്നെയാണ് തൊഴുത്ത് പണിതത്. ഉയർന്ന വെയിലടിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ഹരിതാപം നിറഞ്ഞ ഷേഡ് നെറ്റുകളും ഒരുക്കി. വെള്ളം കുടിക്കുവാൻ ഒരു നദി തന്നെയാണ് മുന്നിലൂടെ ഒഴുകുന്നത്. സമൃദ്ധമായ ശുദ്ധജലം എപ്പോഴും പൈക്കൾക്ക് ലഭിക്കും. തീറ്റയ്ക്കുമുണ്ട് പ്രത്യേകത. കൃത്യമായ ഇടവേളകളിൽ അത് നൽകുവാൻ സുരേഷ് ബാബു ശ്രദ്ധിക്കാറുണ്ട്. സാന്ദ്രീകൃത തീറ്റയാണ് തീറ്റയിൽ പ്രധാനം. ഒപ്പം പുതുതായി വിപണിയിലേക്ക് വന്ന TMR ഉൾപ്പെടുത്തി. TMR എന്നാൽ ടോട്ടൽ മിക്സ്ഡ് റേഷനാണ്. അന്യസംസ്ഥാന കമ്പനികളാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ബിരുദർ. ചോളവും ബജ്രയും ഒക്കെ ചേർന്ന ഒരു സന്തുലിത മിശ്രിതമാണ് TMR. തീറ്റപ്പുല്ലിൻ്റെ തുണ്ടുകളും കൂടി ചേരും മൊളാസസ് രുചിക്കായി ചേരുന്നതോടെ TMRന് ഉയർന്ന ഡിമാൻഡ് തന്നെ. പൈക്കൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട തീറ്റയാണ് TMR. പാലളവിന് ആവശ്യമായ പോഷകം കൃത്യമായ നിരക്കിൽ നൽകുവാൻ TMR തീറ്റ വന്നതോടെ സാധ്യമായി. അതുതന്നെയാണ് ലവ്ലി ഫാമിൻ്റെ വിജയവും. ശരാശരി പാൽ 12 ലിറ്ററിൽ കുറയാറില്ല. കുറയുന്ന പൈക്കൾക്ക് ലവ്ലി ഫാമിൽ സ്ഥാനവുമില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഏതാണ്ട് 60 വയസ്സോളം
പ്രായമായി. അപ്പോൾ ഇനിയിപ്പോൾ അത്രയും ക്ലേശമൊന്നും സഹിക്കാൻ പല ആളുകളും തയ്യാറാവത്തില്ല. എങ്കിൽ പോലും ഒരു ദിവസം പിറക്കുന്നത് രാവിലെ പുലരി മുതൽ സന്ധ്യ വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ലവ്ലി ഫാമിൽ നടക്കുന്നത്? അതായത് 3:30 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കണം. രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് കറവ തീരും. പിന്നീട് ഇത് സൊസൈറ്റിയിൽ എത്തിക്കുക. പിന്നീട് വെള്ളം കൊടുക്കുക, വെള്ളവും അതിൻ്റെ പുല്ലും കൊടുക്കുക. അതിനുശേഷം കുളിപ്പിക്കണം. പിന്നെ കുറച്ച് റെസ്റ്റ്. വീണ്ടും 2 മണി മുതൽ അടുത്ത സെഷൻ തുടങ്ങുകയായി. ഇതിനിടയ്ക്ക് ഇടവേളകൾ വളരെ കുറവാണ്. ഈ മറ്റ് ഫാമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് ഭാര്യയായ ലൗലിയും സുരേഷ് ബാബു മാത്രമാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്. വേറെ ആളുകളൊന്നുമില്ല. വേറെ ആളില്ല. അത്യാവശ്യം അയൽവാസികളൊക്കെ സഹായം. ഇങ്ങനെ 2 പേർ മാത്രം ഇതിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ വലിയൊരു ലാഭം ഉണ്ടാവും. നല്ല രീതിയിൽ. പ്രത്യേകിച്ച് നമുക്ക് ഒരാൾ ഇതിന് ശമ്പളം കൊടുക്കുന്നത് തന്നെ കണക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെയും അത് തന്നെയാണെങ്കിലും ഒരു നല്ല, പിന്നെ അതോടൊപ്പം തന്നെ ആരോഗ്യപരമായൊരു നേട്ടമുണ്ട്. യാതൊരു അസുഖങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അത് വളരെ നമ്മളെ കൂടെയുള്ള സുഹൃത്തുക്കളെ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ആരോഗ്യവാനാണെന്ന് തന്നെ സ്വന്തമായിട്ട്. എങ്കിലും ചില ആളുകൾ എങ്കിലും വല്ലപ്പോഴും പറഞ്ഞാണ് നിങ്ങൾക്ക് മറ്റു പണിയൊന്നുമില്ല, റിട്ടയർ ചെയ്തിട്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെ അവർ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ പാലിന് ഇപ്പോൾ എത്ര രൂപ? പാലിന് 40 രൂപയേ ഉള്ളൂ. 40 രൂപ സൊസൈറ്റി കൊടുക്കുകയാണെങ്കിൽ ശരാശരി 30 രൂപയെ കിട്ടുള്ളൂ. അത് വളരെ ഇതിനകത്തുള്ള ഒരു ഡ്രാബാക്കാണ്. പക്ഷേ എങ്കിലും ഒരു വലിയൊരു സാമൂഹിക അംഗീകാരം കിട്ടത്തില്ലേ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും? ശരിക്കും നല്ലൊരു. പ്രാദേശിക വിൽപ്പന എത്രത്തോളം പാലുണ്ട്? പ്രാദേശിക വിൽപ്പന 40 ലിറ്ററോളം. അതായത് നമ്മൾ വന്നതിന് ശേഷം ഈ പ്രദേശവാസികൾ എല്ലാം നല്ല പാല് കുടിക്കുക, അല്ലെങ്കിൽ പാല് കുടി ശീലമില്ലാത്തവർ തന്നെ പാല് കുടിച്ചത് മൂലം അവർക്ക് നല്ലൊരു ആരോഗ്യം, അവരുടെ ആരോഗ്യവും തെളിഞ്ഞെന്ന് ആണെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായ പാല് കറന്നെടുക്കുന്ന പാല് അതേപടിയാണ് വിൽപ്പന നടത്തുന്നത്. പ്രതിദിനം 150 ലിറ്ററോളം പാൽ ലൗലി ഫാമിൽ ഉണ്ടാകുന്നുണ്ട്. ചിറക്കര ഗ്രാമത്തെ ആകെ പാൽ കുടിപ്പിക്കുന്നവരിൽ ഒരാൾ കൂടിയായി മാറി സുരേഷ് ബാബു. അധികാലത്തും വൈകിട്ടും പാൽ വാങ്ങാൻ വരുന്നവരുടെ തിരക്കാണ്. അതിൽ വീട്ടമ്മമാരും കുട്ടികളും എക്കപ്പെടും. ശുദ്ധമായ പാൽ ശുദ്ധമായ സാഹചര്യത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ അതിന് ആവശ്യക്കാരേറും. കൈക്കറവ തീരെയില്ല. കാരണം ശുചിത്വമാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ 10 ലിറ്റർ പാലുള്ള പൈക്കളെ കേവലം 5 മിനിറ്റ് കൊണ്ട് തന്നെ കറന്നെടുക്കാവുന്ന യന്ത്രക്കറവയാണ് ലൗലി ഫാമിൽ സാധ്യമാക്കിയത്. വൈദ്യുതി ഇല്ലാതെ ജനറേറ്ററിൽ പോലും പ്രവർത്തിക്കുന്ന ക്ലസ്റ്ററുകളും പൾസേറ്ററുകളുമാണ് കറവയന്ത്രത്തിൻ്റെ പ്രത്യേകത. അണുനാശിനിയിൽ കഴുകി വൃത്തിയാക്കിയ ക്ലസ്റ്ററുകൾ അകിടിലേക്ക് പിടിപ്പിക്കുന്നതോടെ പാൽപ്പുഴ ഒഴുകി തുടങ്ങും. സുഖശീതളമേറുന്ന സൗകര്യവും യന്ത്രക്കറവയുമൊക്കെ സാധ്യമായതോടെ പൈക്കളുടെ ഉൽപ്പാദനശേഷി പൂർണ്ണമായും സ്വാംശീകരിക്കുവാൻ ലൗലി ഫാമിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പൂർണ്ണ ആദായം നൽകുന്ന പൈക്കളാണ് ലൗലി ഫാമിൽ ഇപ്പോൾ. കടുത്ത വേനലിലും വെള്ളം പറ്റാത്ത കുളങ്ങളാണ് ഫാമിൻ്റെ ചൈതന്യം. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് കന്നുകുട്ടി പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തീറ്റപ്പുല്ലിൻ്റെ ഈ വൻശേഖരം തന്നെ ഒരു വലിയൊരു അളവ് വരെ തീറ്റയുടെ വില നിയന്ത്രിക്കാനായിട്ട് ഇദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ചികിത്സയും രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ചിറക്കര മൃഗാശുപത്രി വഴി ലഭ്യമാക്കുന്നുണ്ട്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഫാം. നമ്മളുടെ വാർഷിക പദ്ധതികളിൽ പല കാര്യം, ഇപ്പോൾ കറവയന്ത്രം, റബ്ബർ മാറ്റുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഇദ്ദേഹത്തിന് നല്ല സഹായം ചെയ്യാൻ കഴിയുന്നതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സുരേഷ് ബാബുവിന് തികച്ചും അർഹനാണ്. കാരണം വർഷങ്ങൾ കൊണ്ട്
നല്ല രീതിയിൽ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ് സുരേഷ് ബാബുവിൻ്റേത്. 32 മാസം പ്രായമാകുന്നത് വരെ കുട്ടികൾക്ക് പകുതി വിലയ്ക്ക് കാലിത്തീറ്റ ലഭ്യമാക്കുന്നുണ്ട്. എൻറോൾമെൻറ്റ് നിലവിൽ ഈ പഞ്ചായത്തിൽ ഗോവർദ്ധനി പദ്ധതി പ്രകാരം 40 കുട്ടികൾക്കും കന്നുകുട്ടി പരിപാലന പദ്ധതി പ്രകാരം ഏതാണ്ട് 50ഓളം കുട്ടികൾക്കും കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ ഇവിടെ എല്ലാ മാസവും ഇടവട്ടം സംഘം വഴി ക്ഷീരസംഘം വഴി വിതരണം കൊടുക്കുന്നുണ്ട്. തീറ്റയുടെ ചെലവിനെ വളരെയധികം നിയന്ത്രിക്കാൻ ഇതുമൂലം സഹായിക്കുന്നുണ്ട്. വീടാവുമ്പോൾ ഒരു പുരയിട കൃഷി കൂടി വേണമല്ലോ. അതുകൊണ്ട് തന്നെ മുട്ടക്കോഴികളെ സ്വന്തമാക്കി. അവയ്ക്ക് പാർക്കുവാൻ പ്രത്യേകം കൂടാരം തന്നെ ഒരുങ്ങി, അതും ശാസ്ത്രീയമായി. ഭാര്യ ലൗലിക്കാണ് മുട്ടക്കോഴികളുടെ ചുമതല. മുട്ടയിടലിൽ പ്രശസ്തമായ ഗ്രാമപ്രിയയും നാടൻ കോഴികളുമൊക്കെ മുട്ടക്കോഴികളുടെ ശേഖരത്തിലുണ്ട്. അവയ്ക്ക് കൃത്യമായി ധാന്യവും ശുദ്ധജലവും നൽകുവാൻ ലൗലി മുന്നിൽ തന്നെയുണ്ട്. മുട്ടയ്ക്കും പ്രാദേശിക വിൽപ്പനയാണ്. ആവശ്യക്കാർ ധാരാളമുള്ള ചുവന്ന മുട്ട തന്നെയാണ് ഗ്രാമപ്രിയ കോഴികൾ ഇടുന്നത്. ഒപ്പം നാടൻ കോഴികൾ കൂടി ചേർന്നതോടെ പ്രജനനത്തിനും സൗകര്യമൊരുക്കും. ഫാമിലെ വളവും കോഴിക്കൂടാരത്തിലെ വളവുമൊക്കെ പച്ചക്കറിക്കാണ് ഉപയോഗിക്കുക. ഇപ്പം എത്ര ഏക്കറോളം ഉണ്ട് പുൽത്തോട്ടം? ഇവിടെ ഒരേക്കർ. ഈ പുൽത്തോട്ടം ഉള്ളത് കൊണ്ട് ഈ നമ്മുടെ ഫാമിനുണ്ടാകുന്ന ഒരു ലാഭം എന്താ? വൈക്കോലിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീ പിടിച്ച വിലയാണ്. ഇപ്പോൾ തന്നെ ഒരു കെട്ടിന് ചെറിയൊരു അത് ഏതാണ്ട് 1 കിലോയ്ക്ക് അടുത്ത് വരുന്നത് 24 രൂപയാകുമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള വൈക്കോൽ വാങ്ങൽ പൂർണ്ണമായിട്ടും വൈക്കോലെന്ന് പറഞ്ഞാൽ ഭീമമായ ഒരു ചിലവ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പിന്നീട് ഇത് കാലികൾക്ക് അസുഖം ഉണ്ടാകില്ല. പച്ചപ്പുല്ല് കൊടുത്താൽ ഇത്രയും ശുദ്ധമായ അല്ലെങ്കിൽ മറ്റ് ഈ മരുന്നുകളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒന്നും ചേർക്കാത്ത ഒരു ഭക്ഷണമാണ് നമുക്ക് വരുന്ന. വൈക്കോലിലാണെങ്കിൽ ഈ കീടനാശിനികളുടെ അളവ് തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള, കാരണം ഇത് കൊണ്ടുവച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ തറയിലിട്ടിരുന്നാലും ചെതലെടുക്കില്ല. ആ രീതിയിലാണ് ആ വൈക്കോലിൻ്റെ. ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. കുറച്ച് പശുക്കളായി, 2 ഡസനോളം പശുക്കളായി, നല്ലൊരു പുൽത്തോട്ടം ഉണ്ടായി, കുറച്ച് കോഴികളായി, അങ്ങനെയൊക്കെയുള്ള ഒരു സമഗ്ര പുരയിട കൃഷി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അടുത്ത സ്വപ്നം? അല്ല, ഇത് ഡെവലപ്പ് ചെയ്ത് പോവുക, മാക്സിമം ഡെവലപ്പ് ചെയ്ത് പോകുക എന്നുള്ളത്. ഇപ്പോൾ 12 എന്നുള്ളത് ഒരു 120 പശുക്കളാക്കും. ആയിക്കൂടാന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ വലിയൊരു ഗോവൃന്ദത്തിൻ്റെ നായകനായി മാറാൻ താങ്കൾ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. മനസ്സുണ്ടെങ്കിൽ മണ്ണിൽ മാത്രമല്ല മാനത്തും വിളകൾ പൊലിഞ്ഞു നിറയും എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ലൗലി ഫാം. പ്രതീക്ഷയുടെ ഉത്സവങ്ങളാണ് ലൗലി ഫാമിൽ കൊടിയേറുന്നത്. നേരാം ഭാവുകങ്ങൾ.